ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2 ഇപ്പോൾ ഇന്നലെ മുതലൊക്കെ കുറച്ചും കൂടെ ഒരു സ്പീഡപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ പ്രൊമോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലോ കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമുക്ക് നാളത്തെയും മറ്റന്നത്തേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ കേട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ അനുമോളെ കോടതിയിലോട്ട് പോകേണ്ട ദിവസം എത്തുകയാണ്. അപ്പം നമ്മുടെ ബാലനൊപ്പം ഗോമതിയും ആര്യനും കൂടെ അങ്ങോട്ട് പോവേനെ കേട്ടോ. അപ്പോൾ അനുമോൾക്ക് സത്യം പറഞ്ഞ എല്ലാവരുടെ മുന്നിലും ഒരു ധൈര്യം സംഭരിച്ച് അനുമോൾ നിന്നുവെങ്കിലും അനുമോളുടെ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട്. ആ ദിവസം എത്തി കോടതിയിൽ ഇനി താൻ ആ രീതിയിൽ നിൽക്കണം, എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവരുടെ വക്കീൽ ചോദിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യമൊക്കെ നമ്മുടെ അനുമോൾക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി വരികയാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ആര്യനും അതുപോലെ ബാലൻ നല്ല സപ്പോർട്ടാണ് തൻ്റെ മകൾക്ക് കൊടുക്കുന്ന. മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അവർ ഏത് രീതിയിൽ വളച്ചൊടിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നാലും മോള് ബോൾഡായിട്ട് തന്നെ അതിന് മറുപടി പറഞ്ഞോണം. മോള് പതറിപ്പോവരുത്. പതറുന്ന പല ക്വസ്റ്റ്യനും അവർ ചോദിക്കും, പക്ഷെ മോള് തക്കതായ ഒരു ആൻസർ അങ്ങ് കൊടുത്തേച്ചാൽ മതിയെന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ അനുവിന് വലിയൊരു ആത്മധൈര്യം തന്നെയായിരുന്നു. അങ്ങനെ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അലോക് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലോക് പോലീസ് 2 പേര് അലോകിൻ്റെ അപ്പുറം ഇപ്പുറം നിൽപ്പുണ്ട്. അപ്പോൾ അച്യുതനും അതുപോലെ അനന്തനും അവരൊക്കെ ഉണ്ട്. അപ്പോൾ തൻ്റെ മകൻ ഇന്ന് ജാമ്യം കിട്ടും എന്ന ഒരു വിശ്വാസത്തിലാണ് അച്യുതനും വന്ന് നിൽക്കുന്നത്. അപ്പോൾ അച്യുതൻ്റെ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ഹിയറിങ്, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ അനുമോളടുത്ത് ചോദിക്കുന്നത് അവരുടെ വക്കീലാണ്. അപ്പോൾ ആ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം തന്നെ അനുമോളുടെ റിലേ പോണ കണക്കുള്ള ക്വസ്റ്റ്യങ്ങൾ ഞങ്ങൾ ചോദിക്കും, പിന്നെ അവൾക്കൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ആത്മധൈര്യത്തിലാണ് അനന്തനും അച്യുതനൊക്കെ ഇരുന്നത്. അപ്പോൾ കേസ് വിചാരണ തുടങ്ങി. അപ്പോൾ അനുമോള് കോർട്ടിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ വക്കീലാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ വല്ലാത്തൊരു ടെൻഷനും ഭീതിയും ഒക്കെ അനുമോളുടെ മുഖത്തും ആ പെരുമാറ്റത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താ ഇവർ ചോദിക്കാൻ പോകുന്നത്? അപ്പോഴേക്കും അവരുടെ വിചാരണ അങ്ങോട്ട് തുടങ്ങിയാണ്. അയാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടിട്ട് സത്യം പറഞ്ഞ അനുമോള് പതറിപ്പോയാണ്. ആ നിമിഷം ആര്യൻ്റെയും ബാലൻ്റെയും മുഖത്ത് അനുമോള് നോക്കും. അവരെ ഒരു കണ്ണടക്കിൽ മാത്രം മതി അനുമോൾക്ക് അത്രയ്ക്ക് സമാധാനം കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് മോള് പറഞ്ഞോ, നടന്ന സംഭവങ്ങളും നടന്ന കാര്യങ്ങളും എന്താണോ ഉണ്ടായെന്നുള്ളതൊക്കെ മോള് ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറയും. അങ്ങനെ അവരുടെ ക്വസ്റ്റ്യന് കറക്റ്റ് ഒരു പെൺകുട്ടി, അനുമോളുടെ പ്രായത്തിലുള്ള ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷനിലെ പെൺകുട്ടികൾ പറയേണ്ട അതേ മറുപടികൾ ആ രീതിയിൽ തന്നെ, ആ ടോണിൽ തന്നെ അനുമോൾ അങ്ങ് അടിക്കേണ്ട കേട്ടോ, തിരിച്ചു കൊടുക്കേണ്ട. അപ്പോൾ അവരുടെ വക്കീലും ഒന്ന് പതറി. കാര്യം വേറൊന്നുമല്ല, എവളെ ഒന്ന് വളച്ചൊടിച്ച് ഇങ്ങനെ ഒന്ന് പേടിപ്പിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് നല്ല ബോൾഡായിട്ട് മറുപടി പറയണ കണ്ടപ്പോൾ അച്യുതനും ആകെ ഒരു ടെൻഷനായിപ്പോയി. കാരണം എവളെ സംസാരം ഇതൊക്കെ ഈ രീതിയിലാണെങ്കിൽ കേസ് കുറച്ചും കൂടെ ബലപ്പെട്ട് വരും എന്നുള്ള രീതി അച്യുതനും തോന്നി. അപ്പോഴേക്കും അച്യുതൻ അനന്തനോട് പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ അലോകിന് ജാമ്യം കിട്ടുമോ ഏട്ടാ, കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ അച്യുതൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് വിതുമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അനന്തം പറഞ്ഞു, എടാ നീ ഒന്ന് സമാധാനപ്പെട്, ക്വസ്റ്റ്യനും ഇതൊക്കെ ചോദിച്ച് വരട്ടെ. അവസാനം അനുമോള് നല്ല മറുപടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവരുടെ വക്കീൽ, അനുവിൻ്റെ വക്കീൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് നടന്ന സംഭവങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അനുമോള് കോടതി മുന്നാകെ പറയണം കേട്ടോ. അവസാനം കോടതി പിന്നെ വീണ്ടും നീട്ടി വയ്ക്കാൻ അടുത്ത ഇതിലേക്ക്. അപ്പം നമ്മുടെ അലോകിന് ജാമ്യം അനുവദിച്ചിട്ടില്ല. കാരണം അലോകിന് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ ഇത് എതിർ കക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവൂലേ. അതുകൊണ്ട് അലോകിന് എന്ത് ചെയ്ത ജാമ്യം കൊടുത്തില്ല കേട്ടോ. അച്യുതനൊക്കെ ആകെ അങ്ങ് തളർന്നു പോവുകയാണ്. താൻ ഇനി എന്ത് മോനെയും കൊണ്ട് ചെല്ലുന്നതും കാത്ത് അവിടെ അമ്മയും രാജശ്രീയും നന്ദിനിയൊക്കെ കാത്തിരിക്കില്ല ഏട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അച്യുതൻ ആകെ അങ്ങ് ഭയങ്കര സങ്കടം വരെയാണ് കേട്ടോ. അലോകിന് പക്ഷേ വേറെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അലോകിൻ്റെ ഉള്ളിൽ മനസ്സിലോ മുഖത്തോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അവർ കോടതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അനുമോള് ഇറങ്ങി നിന്ന സമയത്ത് അലോക് ആ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ ഒന്ന് അനുവായിട്ട് സംസാരിച്ചോട്ടെ. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പ്ലീസ് സാർ ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു 2 മിനിറ്റ് സംസാരിക്കാനായിട്ട് പോവുകയാണ് അനുവിൻ്റെ അടുത്ത് അലോക്. അപ്പോഴേക്കും നമ്മുടെ ആര്യൻ കയറി പറഞ്ഞു, ഇനി നിനക്ക് എന്താടാ സംസാരിക്കാനുള്ളത്? എൻ്റെ പെങ്ങളെ ഇത്രയും നീ പറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഇനി എന്താടാ നിനക്ക് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് അലോക് പറയും, ഞാൻ 1 മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ ആര്യ. എന്നിട്ട് അനുവിൻ്റെ കൂടെ അലോക് സംസാരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമോ വിദ്വേഷമോ ഇല്ല. ഞാൻ ചെയ്ത തെറ്റ് എത്രത്തോളം ആഴമേറിയതാണെന്ന് എനിക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്.
കാരണം വേറൊന്നുമല്ല, ഞാൻ നിൻ്റെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് നിന്നെ കീഴ്പ്പെടുത്തി, അതായത് അഭിനയിച്ച് നിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ ഞാൻ നോക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം അനുമോളെ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളം വലുതാണെന്നും അതൊക്കെ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നീ എന്നോട് പൊറുക്കണം. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കിട്ടിക്കോട്ടെ, പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് നീ പൊറുത്തു എന്നൊരു വാക്ക് നീ എന്നോട് പറയണം എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് അനുവിന് എന്ന് വെച്ചാൽ അലോക് കണ്ണ് നിറഞ്ഞ് മനസ്സിൽ നിന്ന് തട്ടി പറയുന്ന പോലെ തന്നെയാണ് അനുവിന് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ അനുവിൻ്റെ മനസ്സിന് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആ സമയം തോന്നുകയാണ്. പക്ഷെ അങ്ങനെ തോന്നിയിരുന്നാലും ആര്യനും ഗോമതിയും ബാലനൊക്കെ പറഞ്ഞു, അതൊന്നും കേട്ട് മോള് ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അവൻ്റെ അടുത്ത നമ്പറാണ്. അവന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നിന്നെ സ്വാധീനിക്കാനായിട്ടാണ് അവൻ ഈ ഡയലോഗ് അടിച്ചത്. അതുകൊണ്ട് മോൾ അതൊന്നും കേട്ട് അവൻ്റെ ആ ഒരു ഇതിലോട്ട് പോകാൻ നിൽക്കേണ്ട. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴോ ഒരു സമയത്തൊക്കെ അലോകിനെ സ്നേഹിച്ചിരുന്ന ഒരു മനസ്സാണല്ലോ അനുവിൻ്റെത്. അതുകൊണ്ടാകാം ഒരിച്ചിരിയൊക്കെ ഒരു മനസ്സലിവ് അലോകിൻ്റെ കൂടെ അനുവിന് തോന്നുന്നതിന് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം ഗോമതി നമ്മുടെ മീനുവിൻ്റെ അടുത്തും മിത്രയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഓ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് എൻ്റെ മോളെ കൂടെ ചോദിച്ചത്, കേട്ടിട്ട് തന്നെ ഭയമായിപ്പോയി. പക്ഷേ എങ്കിലും നമ്മുടെ മോള് നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ മീനു പറയുന്നുണ്ട്, എന്തായാലും ജാമ്യം കിട്ടിയില്ലല്ലോ, ഇനി അവന് ജാമ്യം കിട്ടരുത്, അവൻ ഇനി പുറം ലോകം കാണരുത്. അപ്പോൾ ആര്യം പറഞ്ഞു, കാണില്ല ഏട്ടത്തി, കാണില്ല, അവൻ ഇനി പുറം ലോകം കാണുമെങ്കിൽ അതവൻ്റെ അന്ത്യം ഇരിക്കുമെന്ന് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ പെങ്ങളെ അത്രയേറെ വേദനിപ്പിച്ചവനാണ് അവൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എങ്കിലും അനുവിൻ്റെ മുഖത്തൊരു വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം മിത്രയും ഇതുപോലെ തന്നെയാണ് മിത്രയുടെ അവസ്ഥയും. കാരണം സ്വന്തം സഹോദരനാണല്ലോ അലോക് എന്ന് പറയുന്നത്. അപ്പം മിത്രയ്ക്കും ഉള്ളിൻ്റെ ഉള്ളിൽ, കാരണം ദേവമംഗലക്കാരെടുത്ത് ഒരിക്കലും അലോകിന് വേണ്ടിയിട്ട് കേസ് പിൻവലിക്കണമെന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ആര്യനൊക്കെ ഇത്രയും റേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മിത്ര പറഞ്ഞാൽ അതൊരു പക്ഷേ മിത്രയുടെ ലൈഫിനെ തന്നെ ബാധിക്കും. അപ്പോൾ അനുവിൻ്റെ അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ മിത്രയ്ക്കും ഉള്ളത്. അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണം എന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. ഇതേ സമയം ഗോമതി സ്റ്റോഴ്സിൽ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ കള്ളൻ കപ്പലിൽ തന്നെയെന്ന്, കൈയോടെ നമ്മുടെ ഉദയഭാനുവിനെ പൊക്കുകയാണ്. കാര്യം അതാരാ, സ്വന്തം മകളുടെ കണ്ണിൽ തന്നെ കാണുകയാണ്. പക്ഷേ വേറൊരു കേസ്, നമ്മുടെ ഉദയഭാനു പോയതിന് ശേഷമാണ് ആ പണത്തിൻ്റെ കുറവ് അവിടെ നമ്മുടെ ദേവി കണ്ടത്. പക്ഷേ ഇത് നല്ല തെളിവോടുകൂടെ തന്നെ നമ്മുടെ ആനന്ദ് വെച്ച ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യോടെ തന്നെ ആനന്ദ് അതെല്ലാം മൊബൈലിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ദേവിക്ക് ആകെ ഒരു നെടുവീർപ്പായി പോയി. കാരണം അന്നൊരു ദിവസം അച്ഛൻ ഇങ്ങനെ ഡ്രോ തുറന്നപ്പോൾ തന്നെ ദേവിക്ക് ഒരു സംശയം തോന്നി. പക്ഷെ അന്ന് പൈസ മിസ്സിംഗ് ഒന്നും വന്നില്ല, കാരണം അന്ന് ഉദയഭാനു എടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ട്രിപ്പ് വന്ന് എടുത്തത് ഉദയഭാനു പോയി കഴിഞ്ഞപ്പോൾ, കാരണം അവിടെ വേറെ ഒരാളും വരികയോ പോവുകയോ ചെയ്തില്ല. പൈസ ഡ്രോയിലെ മൊത്തം പണവും വാരി വലിച്ചുകൊണ്ട് തന്നെ ഉദയഭാനു സ്ഥലം വിടുകയാണ്. അതോടുകൂടി ആകെ ഇടങ്ങേറ്. അപ്പം നമ്മുടെ ആനന്ദിന് ഈ വീഡിയോ ആരെ ആദ്യം കാണിക്കും? തൻ്റെ അച്ഛനെ കാണിക്കുമ്പോൾ തൻ്റെ അച്ഛനത് വളരെ പ്രയാസവും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇനി ദേവി വേണ്ട, ഈ ഒരു കുടുംബം, ഈ ഒരു ഫാമിലി എൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആനന്ദിന് ഉള്ളത്. അപ്പം ദേവിക്കും ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അച്ഛൻ എൻ്റെ സ്വന്തം മോളെ കൂടെ ഇങ്ങനെ ഒരു ജീവിതം തന്ന് തൊലപ്പിച്ചു, എന്നിട്ട് വീണ്ടും വന്ന് അതിനകത്ത് കയറി നിന്നുള്ള കളി അച്ഛൻ്റെത്. ദേവിക്കത് സഹിക്കാൻ പറ്റാവുന്നതിനും അപ്പുറമുള്ളൊരു കേസായിരുന്നു കേട്ടോ. കാരണം തൻ്റെ അച്ഛൻ ഇതെങ്ങനെ സാധിക്കണു എന്നുള്ളത്, ഇത്രയും ഒരു കുടുംബത്തിൽ എനിക്ക് പിടിച്ചു നിൽക്കണത് തന്നെ ഒരു ഞാണിമേലാണ് താൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ദേവിക്ക് അറിയാതെ. പക്ഷെ ആ സ്ഥലത്ത് വന്നിട്ട് അച്ഛൻ വീണ്ടും ഈ ഒരു കളിയൊക്കെ കളിക്കുക എന്ന് പറയുമ്പോൾ ദേവിക്കത് ആലോചിച്ചിട്ട് തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കേസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മുടെ അച്യുതനും അനന്തനും വീട്ടിലെത്തി കഴിയുമ്പോൾ രാജശ്രീ ഓടി വരെയാണ് തൻ്റെ മോൻ എന്തിയെ എന്നുള്ളത് ചോദിച്ചുകൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അച്യുതന് രാജശ്രീയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. കാരണം അച്യുതൻ്റെ ചങ്ക് പൊട്ടുമ്പോൾ അച്യുതനും വിഷമിച്ചു പോയി. അങ്ങനെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും, കാരണം മുത്തശ്ശി വരെ ചെന്ന് ബാലൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അലോക് എത്ര
തെറ്റ് ചെയ്തു മോനെ, ശരിയാണ്, എനിക്ക് അലോകും അതുപോലെ നമ്മുടെ അനു ഒക്കെ എനിക്ക് എൻ്റെ ചെറുമക്കളാണ്. പക്ഷെ അവൻ ജയിലിൽ കിടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ബാല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബാലൻ അമ്മ എന്നോട് പൊറുക്കണം. കാരണം വേറൊന്നുമല്ല, ഇപ്പം എൻ്റെ മകനാണ് ഈ തെറ്റ് ചെയ്തെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് അമ്മ പൊറുക്കണം എന്നോട്. എനിക്ക് ആലോകിൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ മോൾ അത്രയേറെ കഷ്ടപ്പെട്ടു, അവൾ അത്രയേറെ സഹിച്ചും ക്ഷമിച്ചുമാണ് ആ അവസ്ഥയിൽ നിന്നത്. അതുകൊണ്ട് അമ്മ എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു. അപ്പം ബാലൻ പോലും ആ ഒരു കാര്യത്തിലൊരു വിട്ടുവീഴ്ച അമ്മ നമ്മുടെ ഇന്ദിരാമ്മ ചെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ല. അപ്പോൾ തൻ്റെ ചെറുമോൻ തിരിച്ചു വരാത്തതിൻ്റെ സങ്കടം ഇന്ദിരാമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഏകദേശം ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഈ ഒരു ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇനി ആലോക് പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇനി വരുന്ന പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ.